ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീടിന് ചുറ്റും ഇഷ്ടംപോലെ പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക കാണുമല്ലോ. അതെല്ലാം വെറുതെ പാഴാക്കി കളയാതെ ഇതേപോലെ നല്ലൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഓക്കെ. ഇപ്പോൾ പപ്പായ കൊണ്ടുള്ള ഈ അടിപൊളി ഒഴിച്ചുകറി ശരിയാക്കാനായിട്ട് ഇതിനി തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ചെറിയ പീസുകളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു വലിപ്പം കണ്ടോ, ഒരു ചെറിയ ചക്കയുടെ അത്രയുണ്ട്. ഇപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. വളരെ കുറച്ച് ഭാഗം മാത്രം മതി നമുക്കിന്ന്. ഇത് കണ്ടോ, നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ചുവന്ന തുവര നല്ലതുപോലെ കഴുകിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഷ്ടം പോലെ കറിവേപ്പില, ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഒരു 2-3 വിസിലിന് ശേഷം കാണിക്കാം. ഇപ്പോൾ ഈ പപ്പായ കറിയിലേക്ക് നമുക്ക് തേങ്ങയും എല്ലാം കൂടെ ഒന്ന് ചേർക്കണം. അതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ച് ചേർക്കുകയല്ല, ഇതൊന്ന് ചതച്ച് ചേർക്കും. അപ്പം തേങ്ങ, ജീരകം, മുളക് പൊടി, അതുപോലെ തന്നെ കറിവേപ്പില, വെളുത്തുള്ളി, കാന്താരി മുളക്, ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ഇടിച്ചെടുക്കാം, ഒന്ന് ചതച്ചെടുക്കാം. ഇത് കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ഒന്ന് ചതച്ച് ഈ കറിയിലൊന്ന് ചേർത്ത് നോക്കണേ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഈ രീതിയിൽ കറിയിലൊന്ന് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പപ്പായ കഷ്ണങ്ങളെല്ലാം അടിപൊളിയായിട്ട് വെന്ത് ഇരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലൊരല്പം വെള്ളം കൂടെ നമുക്ക് ചേർക്കാം, ചൂടുവെള്ളം. ഇപ്പോൾ കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളകും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മൂത്ത് വന്ന ഇതിലേക്ക് ഒരല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് കറിയിലേക്ക് എടുത്തൊഴിക്കാം. അങ്ങനെ അടിപൊളി പപ്പായ കറി അല്ലെങ്കിൽ ഓമയ്ക്ക കർമൂസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ആ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന്. കണ്ടോ, ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ശരിയാക്കി കഴിച്ചതിന് ശേഷം അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരേക്കും ഇത് എല്ലാവർക്കും അത്യാവശ്യമായിട്ടും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം ഓക്കെ.